ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോസ് അഫയം. നമ്മളിന്ന് പാഠപുസ്തകത്തിലെ 15-ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും ആൾജിബ്രിക് എക്സ്പ്രഷൻ, ഒരു സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം എക്സ് എൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത്. എക്സ് എൻ കാണുക. അപ്പോൾ എക്സ് എന്നിന് ഒരു ഫോം ഉണ്ട്. എക്സ് എൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് 15th ടേം കാണുക, അല്ലെങ്കിൽ 25th ടേം കാണുക, 100th ടേം കാണുക, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എത്രാമത്തെങ്കിലും ഒരു ടേം, പദം മലയാളത്തിൽ പദം അങ്ങനെ കാണാൻ പറഞ്ഞാൽ അതിനൊരു ഫോം ഉണ്ട്. അത് AN+B എന്നാണ് ആ ഫോം. AN+B. എപ്പോഴതിൽ N ഉണ്ടാവും, എയും ബിയും സംഖ്യകളായിരിക്കും, നമ്പേഴ്സ് ആയിരിക്കും. ഒരു N ഉണ്ടാവും, അതിന് കോയഫിഷ്യൻ്റ് ഉണ്ടാവും, ഇടതുവശത്ത് ഗുണോത്തരം ഉണ്ടാവും, ചിലപ്പോൾ വലതുവശത്ത് ഒരു സംഖ്യ ഉണ്ടാവും, പ്ലസോ മൈനസോ ആയിരിക്കും. അതിൻ്റെ ഒരു ഫോമാണ് AN+B. അതിനൊരു ഫോമുലയുണ്ട്. എക്സ് എൻ ഈക്വൽ DN പ്ലസ് F മൈനസ് D. ഇതാണ് DN പ്ലസ് F മൈനസ് D. D എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. D പൊതുവ്യത്യാസം. N എന്ന് പറയുമ്പോൾ എത്രാമത്തെ പദമാണോ കാണേണ്ടത്. ഉദാഹരണം, 100ാമത്തെ പദം കാണാൻ പറഞ്ഞാൽ എന്നിൻ്റെ വില 100. 200ാമത്തെ കാണാൻ പറഞ്ഞാൽ N ഈക്വൽ 200. ഓക്കെ അല്ലേ? അപ്പോൾ ഡിയും എന്നുമായി. എത്രാമത്തെ കാണാൻ പറയുന്നു അതാണ് N. F എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. 3 കാര്യങ്ങൾ. ഒന്ന് D ഉണ്ട്, D രണ്ടിടത്തുണ്ട്, N ഉണ്ട്, F ഉണ്ട്. 3 കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വില നമുക്ക് കാണാൻ കഴിയും. ഡിയും എന്നും എഫും. ഇനി മറ്റൊരു ഫോർമുല കൂടെ ഉണ്ട്. x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എക്സ് എൻ ഈക്വൽ x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഉദാഹരണം, ഇപ്പോൾ 99ാമത്തെ ടേം കാണാൻ പറയുകയാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 99 എഴുതും. ഉദാഹരണം, ഈക്വൽ x1ൻ്റെ വില എത്രയെന്ന് എഴുതുക. x1 എത്രയാണോ അത് എഴുതുക. പ്ലസ് n മൈനസ് 1. n എന്ന് പറയുമ്പോൾ 99 മൈനസ് 1 98 d. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇത് എളുപ്പമാണ്. ഫസ്റ്റ് ടേം എഴുതുക, പ്ലസ് 98 d എഴുതുക. അപ്പോൾ x50 കാണാൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതും. x1 പ്ലസ് 49 d. എങ്ങനെയാ 49 വരുന്നത്? ഇവിടുത്തെ n മൈനസ് 1 ഉണ്ടല്ലോ. അപ്പോൾ എത്രയാണ് n, അതിൽ നിന്ന് 1 കുറച്ചിട്ട് d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് x50 അല്ലെങ്കിൽ xn എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ, തന്നിരിക്കുന്ന എത്രാമത്തെ ടേം ആണോ n എത്രയാണോ അതിൽ നിന്ന് 1 കുറയ്ക്കുക. എന്നിൻ്റെ വിലയിൽ നിന്ന് 1 കുറയ്ക്കുക, അതിനെ d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ടേം കൂടെ കൂട്ടുക, ആഡ് ചെയ്യുക. അപ്പോൾ x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഉപയോഗിക്കാം. പിന്നെ പാഠപുസ്തകത്തിൽ പൊതുവായിട്ട് പറഞ്ഞിരിക്കുന്നത് DN പ്ലസ് F മൈനസ് D ആണ്. അത് നമുക്ക് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം, മാർക്കൊന്നും അതിൽ കുറയില്ല. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 15-ലെ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മക്കളെ, 1ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ബിലോ. അപ്പോൾ ചുവടെ ചില ശ്രേണികൾ, സംഖ്യാശ്രേണികൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ XN കാണുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. XN എന്ത് ടേം, എന്നാം പദം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഒന്നാമത് എഴുതേണ്ടത് ഒറ്റ സംഖ്യകളുടെ ശ്രേണി എഴുതണം. അപ്പോൾ അത് എഴുതിയതിന് ശേഷം അവയുടെ ബീജഗണിത രൂപം, അതായത് ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതണം. രണ്ടാമത്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതണം. സീക്വൻസ് എഴുതിയിട്ട് എന്തെഴുതണം? XN കാണണം. 3, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. അതിനുശേഷം XN എഴുതുക. 4ാമത്തത്, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1-ൽ അല്ലെങ്കിൽ 6-ൽ അവസാനിക്കുന്ന, 1-ലോ 6-ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത്, ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാം, അതായത് ഒറ്റ സംഖ്യകളുടെ ശ്രേണി.
ഒറ്റ സംഖ്യകളുടെ ശ്രേണി നമുക്കറിയാമല്ലോ. ഫസ്റ്റ് ടേം ഓഡ് നമ്പേഴ്സിൽ 1 പറയൂ 3 5 7 എക്സെട്ര അല്ലേ മക്കളെ? അങ്ങനെയല്ലേ? 1 3 5 7 9 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x1 അതാണ് ഫസ്റ്റ് ടേം. x1 ഒന്നാമത്തെ പദം, ആദ്യ പദം, അതെത്രയാ? 1. അടുത്ത് ഡി കാണണം. ഡി എത്രയാ നമുക്ക് വേണ്ട? ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുന്നു. അതെപ്പോഴും സെയിം ആയതുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഓഡ് നമ്പേഴ്സ് ആണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഇതെല്ലാം ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ കൂടുതൽ ടേംസ് നോക്കേണ്ട കാര്യമില്ല. 3ൽ നിന്ന് 1 കുറയ്ക്കുന്നു. 3 - 1 ആൻസർ ഈസ് 2. xn കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. xn എത്രാമത്തെ ഒരു ടേം അല്ല, 50ാമത്തെ ടേം അല്ല, 25ാമത്തെ ടേം അല്ല, 30ാമത്തെ ടേം അല്ല, എന്ത് ടേം ആണ്? ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ xn ആണ് കാണേണ്ടത്. എന്നിന് വില കൊടുത്തിരിക്കില്ല. എന്നിന്റെ സ്ഥാനത്ത് n തന്നെയാണ്. എന്നിന് പ്രത്യേകിച്ച് വിലയൊന്നും കൊടുക്കില്ല. അപ്പോൾ നമ്മൾ പഠിച്ച 2 ഫോർമുലകൾ കൂടുതൽ ഇനിയുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് ചെയ്യാം. ഒന്നാമത്തത് dn + f - d. ഇതല്ലേ പഠിച്ചത്? ഇതൊന്ന് ബ്രാക്കറ്റ് കൊടുത്താൽ നല്ലതാ, നമുക്ക് തെറ്റാതിരിക്കും. dn + f - d. ഇവിടുത്തെ d എത്രയാ? 2 n. എന്നിന് വേറെ വിലയൊന്നുമില്ല, n തന്നെയാണ്. 2n + എഫിന് വില കൊടുക്കുക. എഫിന്റെ വില 1 ആണ്. സൈൻ മൈനസ് ആണ്, ചിഹ്നം മൈനസ് എഴുതി. ഡിയുടെ വില 2 ആണ് എഴുതി. നമ്മൾ ഈ ഒരു ഫോർമുലയോടെ ഇവിടെ എഴുതാൻ സ്ഥലം വേണ്ടതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതുകയാണേ. 2n, അതിൽ മാറ്റമൊന്നുമില്ല, പ്ലസ് ഇട്ടു. 1ൽ നിന്ന് 2 കുറച്ചു, 1 - 2. അപ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന്റെ സൈൻ കൊടുക്കും. ഒരിക്കൽ കൂടെ 2ൽ നിന്ന് 1 കുറയ്ക്കാൻ പറയാൻ നമുക്ക് എളുപ്പമാണ് 1. പക്ഷേ 1ൽ നിന്ന് 2 കുറയ്ക്കാൻ, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ അറിയില്ലാത്ത കുട്ടികൾ ശ്രദ്ധിക്കുക. വലിയ നമ്പറിൽ നിന്ന്, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കും. അതായത് 2ൽ നിന്ന് 1 കുറയ്ക്കും. 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 ആണേ, 1 കൊടുത്തു. ഇനി വലുതിന്റെ ചിഹ്നം, വലിയ നമ്പർ ഏതാ? 1 ആണോ 2 ആണോ? 2 ആണ്. 2വിന്റെ സൈൻ ഏതാ? മൈനസ്. അപ്പോൾ നമ്മൾ പ്ലസ് മൈനസ് അടുത്തടുത്ത് ഇങ്ങനെ എഴുതില്ല. 2n പ്ലസ് മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആണ്. 2n - 1. മനസ്സിലായിട്ടുണ്ടല്ലോ? ഈ ഫോർമുല പ്രധാനമായിട്ട് ഓർമ്മിക്കുക. dn + f - d. അതിൽ ഡിക്കും എഫിനും വില കൊടുക്കുമ്പോൾ ആ xn കിട്ടി. രണ്ടാമത് മറ്റൊരു തരത്തിൽ കൂടെ ഞാൻ പറഞ്ഞു തന്നു. xn = x1 + n - 1 × d. ഇങ്ങനെയും പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് ടേം 1 ആണ്, പ്ലസ് n - 1 ഇൻറ്റു ഡിയുടെ വില 2 ആണ്, ഈക്വൽ 1 + 2 × n 2n. അപ്പോൾ 2 കൊണ്ട് എന്നിനെയും 2 കൊണ്ട് -1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2n - 2 × -1 എന്ന് പറയുമ്പോൾ -2 ആണ്, -2 ഈക്വൽ 2n ആദ്യമേ എഴുതി. അടുത്ത് -2 + 1, നമ്മൾ മുകളിൽ കണ്ടതുപോലെ തന്നെ -1. 2n - 1. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തതിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന, റിമൈൻഡർ 1 വരുന്ന സീക്വൻസ്. അത് ആദ്യം എഴുതാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഇത് എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. നമ്മൾ എഴുതുമ്പോൾ ആദ്യം 0 എഴുതും. 0ൽ തുടങ്ങി 0, അടുത്ത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 3 കൊണ്ടല്ലേ ഹരിക്കുന്നത്. 3 6 9 എക്സെട്ര ഇങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ എഴുതുന്നു, മുന്നിൽ ഒരു 0 കൊടുക്കുന്നു. ഒരു 3 കൂടെ കുറയ്ക്കുമ്പോൾ 0 കിട്ടും. തുടർന്ന് എത്രയാണോ റിമൈൻഡർ അത് ഈ നമ്പേഴ്സിനോട് കൂട്ടുക. ഒരിക്കൽ കൂടെ 0ൽ തുടങ്ങി ഏത് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ പറയുന്നത് ആ നമ്പേഴ്സ് എഴുതി. അതിനുശേഷം ഇനി റിമൈൻഡർ എത്രയാണോ വേണ്ടത് അത് ഇതിനോട് കൂട്ടുക. അപ്പോഴാണ് ഇവിടെ പറയുന്ന 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ശ്രേണി കിട്ടുക. 0യുടെ 1 ആഡ് ചെയ്യുന്നു. 1 റിമൈൻഡർ വരണമെന്ന് പറഞ്ഞു, 1 ആഡ് ചെയ്തു.
3യോട് 1 ആഡ് ചെയ്തു 4, 6നോട് 1 ആഡ് ചെയ്തു 7, 9നോട് 1 ആഡ് ചെയ്തു 10 എക്സെട്ര 10 എക്സെട്ര. ഇനി നമുക്ക് xnലേക്ക് പോകാം. xn ഈക്വൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ dn പ്ലസ് f മൈനസ് d. അപ്പോൾ x1ന്റെ വില 1 ആണ്, ഡിയുടെ വില 3 ആണ്. എഴുതി. നമുക്കിനി നോക്കാം. ഈക്വൽ ഡിയുടെ വില 3, 3n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 1 മൈനസ് ഡിയുടെ വില 3, ഡിയുടെ വില 3 ഈക്വൽ 3n. 1ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ -2. ആൻസറായി. കൂടുതൽ പറയണ്ടല്ലോ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം എഴുതി. അപ്പോൾ 1 മൈനസ് 3 ചെയ്യാൻ വേണ്ടി 3ൽ നിന്ന് 1 കുറച്ചപ്പോൾ 2 കിട്ടി. വലുതിൻ്റെ ചിഹ്നം -2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാൻ. 1ൽ അവസാനിക്കണം. അപ്പോൾ ഒന്നാമത് 1ൽ അവസാനിക്കുന്നത് 1 ആണ്, രണ്ടാമത് 11, 21, 31 എക്സെട്ര. ശരിയല്ലേ? 1, 11, 21, 31 1ൽ അവസാനിക്കണം. ഇനി ഇതിൻ്റെ xn കാണാം. xn ഈക്വൽ ഫോർമുല പല പ്രാവശ്യം എഴുതുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കാണാതെ പഠിക്കുകയെ എഫ് മൈനസ് ഡി. നിങ്ങൾക്ക് മറ്റേ ഞാൻ വേറൊരു ഫോർമുല പറഞ്ഞല്ലോ, x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഡിയുടെ വില 10, ഡി ഈക്വൽ 10. 11ൽ നിന്ന് 1 കുറച്ചു 10 കിട്ടി. x1 അഥവാ എഫ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡിയുടെ വില 10, 10n പ്ലസ് എഫിൻ്റെ വില നമ്മൾ പറഞ്ഞു 1 മൈനസ് 10. ആൻസർ 10n. 1ൽ നിന്ന് 10 കുറച്ചു 9, വലുതിൻ്റെ ചിഹ്നം മൈനസ്. 10n മൈനസ് 9. മനസ്സിലായില്ലേ മക്കളെ? ഈ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ, ഈ ഫോർമുലയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിന് ആൻസർ ചെയ്യാം. അടുത്തത് 1ൽ അല്ലെങ്കിൽ 6ൽ, 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ്. 1ൽ അവസാനിക്കുന്ന ആദ്യത്തെ നമ്പർ 1 തന്നെയാണ്. 2 6ൽ 6, 3 1ൽ അവസാനിക്കുന്നത് 11, 11, 16, 16, 21, 26 എക്സെട്ര. ക്ലിയർ അല്ലേ? xn ഈക്വൽ നമുക്കറിയാമല്ലോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. dn പ്ലസ് എഫ് മൈനസ് ഡി. ഡിയുടെ വില 5 ആണ്. 6ൽ നിന്ന് 1 കുറച്ചു 5. നമ്മളിൻ്റെ സൈഡിൽ നിന്ന് എഴുതേണ്ട കാര്യമില്ല. 5n പ്ലസോ മൈനസോ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ പ്ലസ് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്പേഴ്സ് കൊടുത്തിട്ട് എഴുതാം. എഫിൻ്റെ വില 1 മൈനസ് ഡിയുടെ വില 5, 5n. ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്. എഴുതിയപ്പോൾ തെറ്റ് ചെയ്താണ്. പറഞ്ഞപ്പോൾ മൈനസ് എന്ന് പറഞ്ഞു, പക്ഷെ എഴുതിയപ്പോൾ പ്ലസ് ഇട്ടു. 1ൽ നിന്ന് 5 കുറച്ചു 4, വലുതിൻ്റെ സൈൻ മൈനസ്, -4. 5n മൈനസ് 4. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് an equilateral triangle, write the algebraic expressions for the sequence of the sums of inner angles, the sums of outer angles, the measures of an inner angle and the measures of an outer angle. അപ്പോൾ സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം ഇങ്ങനെ തുടങ്ങി പോവുകയാണ്. തുടങ്ങുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ, സമഭുജ ത്രികോണത്തിൽ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക എന്ന് പറയുമ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ്, അകക്കോണുകളുടെ തുക. അടുത്ത് ഔട്ടർ ആംഗിൾസിന്റെ സം, പുറം കോണുകളുടെ തുക. ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറം കോണിന്റെ അളവ് എന്നീ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക. അതായത് xn കാണുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ രൂപങ്ങൾ നമുക്കറിയാമല്ലോ. ട്രയാങ്കിൾസ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, അടുത്ത് സ്ക്വയർ ഉണ്ട്, ഇങ്ങനെ തുടരുന്നത്. സമഭുജ ത്രികോണം, സമചതുരം, അങ്ങനെ തുടർന്ന് പോവുകയാണ്. 3 വശമുള്ളതിൻ്റെ ആംഗിൾസ് 180. നമുക്കറിയാം ആംഗിൾസ് എഴുതുമ്പോൾ 180 എഴുതുന്നു. രണ്ടാമത്
4 വശം ഉള്ള രൂപത്തിൻ്റെ 360 എഴുതുന്നു, 540 എഴുതുന്നു, 720 തുടർന്ന് പോകുന്നു അല്ലേ? നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് പറയുന്നത് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ എക്സ് എൻ എഴുതാനാണ്. ഇന്നർ ആംഗിൾസ് നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് എഴുതി. 180, 360, 540 എക്സെട്ര. എക്സ് എൻ നോക്കാം. എക്സ് എൻ ഈക്വൽ ഫോർമുലയിൽ മാറ്റമൊന്നുമില്ല, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ശരിയല്ലേ? എഫ് എന്ന് പറയുമ്പോൾ 180, x1 അല്ലെങ്കിൽ എഫ് 180, ഡി ഈക്വൽ അതും 180 തന്നെ. 360 നിന്ന് 180 കുറയ്ക്കുമ്പോൾ അവിടെയും കിട്ടുക 180 തന്നെ. രണ്ട് കാര്യങ്ങൾ കിട്ടി, നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഡിയുടെ വില 180, 180n പ്ലസ് എഫിൻ്റെ വില 180, 180 മൈനസ് ഡിയുടെ വില എത്ര തന്നെ? 180. ക്ലോസ് ചെയ്തു. 180n. അടുത്ത് 180 നിന്ന് 180 കുറച്ചു, 0. പിന്നെ പ്ലസ് 0 എന്നോ മൈനസ് 0 എന്ന് എഴുതേണ്ട കാര്യം ഇല്ല. ആൻസർ ഈസ് 180n. അടുത്ത് പറയുന്നത് പുറം കോണുകളുടെ തുകയുടെ ബീജഗണിത രൂപം. ഔട്ടർ ആംഗിൾസിന്റെ സമ്മിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എക്സ് എൻ. അപ്പോൾ ഇവിടെ ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ 360 ആണ്. അത് ഏത് രൂപമാകട്ടെ, നമ്മൾ നേരത്തെ പഠിച്ചു, ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഏത് ബഹുഭുജമാകട്ടെ അതിൻ്റെ പുറം കോണുകളുടെ ഔട്ടർ ആംഗിൾസിന്റെ സം എടുക്കുമ്പോൾ 360. അത് ട്രയാംഗിളിനാണെങ്കിലും 360. അടുത്ത് 360. അത് 4 വശമുള്ളതിനായാലും 5 വശമുള്ളതിനായാലും എല്ലാത്തിനും 360 തന്നെ വരും. ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സംഖ്യ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് വരികയാണെങ്കിൽ എക്സ് എൻ എന്ന് പറഞ്ഞാൽ ആ നമ്പർ ആയിരിക്കും. ഒരിക്കൽ കൂടെ, ഒരു നമ്പർ തന്നെ തുടർന്ന് ഇങ്ങനെ പോവുകയാണ്. അതിൽ സംഖ്യ കൂടുന്നുണ്ടോ? ഇല്ല, ഒരു സംഖ്യ കൂടുന്നില്ല. അപ്പോൾ എക്സ് എൻ ഈക്വൽ ആ നമ്പർ തന്നെ. എക്സ് എൻ ഈക്വൽ 360 എന്ന് എഴുതിയാൽ മതി. അവിടെ എൻ എന്ന് ചേർത്ത് എഴുതിയേക്കരുത്, 360 ആണ്. കാരണം ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഒരേ സംഖ്യ തന്നെ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരിക്കലും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ ഫസ്റ്റ് ഡേ 360, ആ സംഖ്യ തന്നെ തുടർന്ന് വരുന്നു. അതുകൊണ്ട് എക്സ് എൻ എന്ന് പറഞ്ഞാലും 360 എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സംഖ്യ തുടർന്ന് വരുന്നെങ്കിൽ 1 ഇങ്ങനെ വരുന്നെങ്കിൽ എക്സ് എൻ ഈക്വൽ 1, 5 അങ്ങനെ പോവുകയാണെങ്കിൽ എക്സ് എൻ ഈക്വൽ 5. അത്രയും ഓർമ്മിച്ചാൽ മതി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരില്ല, എങ്കിലും നിങ്ങൾ അറിവിൽ വയ്ക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഒരു ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ് എഴുതാം. സീക്വൻസ് എഴുതിയിട്ട് നമുക്ക് എക്സ് എൻ എഴുതാം. ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇന്നർ ആംഗിളിൻ്റെ സം 180 ആണ്. 180യെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഇന്നർ ആംഗിൾ. രണ്ടാമത് അതാണ് സ്ക്വയർ വരുമ്പോൾ 360 വരും. 360യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു അകക്കോണ് കിട്ടാൻ വേണ്ടിയാണ്. തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അടുത്ത് 5 സൈഡുള്ളത് 540 ആണ്. അതിനെത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ 180/3 60 കിട്ടും. ഇവിടെ 90 കിട്ടും. ഇവിടെ 108 കിട്ടും അല്ലേ? എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. 60 90 30 കൂടി. അടുത്ത് 90 എന്നുള്ളത് 108 18 കൂടി. ഒരിക്കലും അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ ഇത് കഴിയില്ല. കാരണം അത് അരിത്തമെറ്റിക് സീക്വൻസിന് മാത്രമേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഫോർമുല ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അത് തന്നെയായിരിക്കും. എങ്കിലും ഇതൊരു പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ കൂടെ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 60 90 108 എന്നുള്ളത് എഴുതാതെ അതിന് പകരം ഈ ഫ്രാക്ഷൻ കൊടുത്തിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നമില്ല. 180 360 540 അതിൻ്റെ എക്സ് എൻ കാണുക. 3 4 5 ഇതിൻ്റെ എക്സ് എൻ കാണുക. കണ്ടതിന് ശേഷം മുകളിലത്തെ എക്സ് എൻ ഡിവൈഡഡ് ബൈ താഴെയുള്ള നമ്പേഴ്സിൻ്റെ എക്സ് എൻ എഴുതിയാൽ മതി. അതായിരിക്കും ഇതിൽ എളുപ്പം എന്ന് തോന്നുന്നു. 180 360 540 എക്സെട്ര. ഇതിൻ്റെ ആൻസർ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 180n. ഇവിടെ കുറച്ച് മുമ്പ് ചെയ്തതാണ് 180n. ഇനി രണ്ടാമത് ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് 3 4 5 എക്സെട്ര ഇങ്ങനെ പോവുകയാണ്. അടുത്ത്
720/6 വരും, 7 വരും, 8 വരും. ആ രൂപത്തെ അതിൻ്റെ എണ്ണം കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ സമ്മിനെ അതിൻ്റെ എണ്ണം കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത് സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 3, 4, 5 ഒന്ന് വീതം കൂടി പോകുന്നു. നമ്പേഴ്സിൻ്റെ എണ്ണമാണല്ലോ, ഒന്ന് വീതം കൂടി പോകുന്നു. അങ്ങനെ വരുമ്പോൾ dn പ്ലസ് f മൈനസ് ഡി, dn പ്ലസ് f മൈനസ് ഡി ഈക്വൽ ഡിയുടെ വില 1 ആണ്. ഒരു n ഒരു n എന്ന് പറയുമ്പോൾ n പ്ലസ് എഫിൻ്റെ വില 3 മൈനസ് ഡിയുടെ വില 1. 3ൽ നിന്ന് 1 കുറച്ചു 2, n പ്ലസ് 2. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ xn ഈക്വൽ 180n ഡിവൈഡഡ് ബൈ n പ്ലസ് 2. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ടായിട്ട് കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വന്നത്? ഫ്രാക്ഷൻ വന്നതുകൊണ്ടാണ്. ഫ്രാക്ഷൻ നോക്കുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. മുകളിലത്തെ സീക്വൻസ് എഴുതി, താഴെയുള്ളതിൻ്റെയും സീക്വൻസ് എഴുതി. നാലാമത്തതുപോലെ തന്നെ ഒരു ഔട്ടർ ആംഗിൾസിൻ്റെ സം, ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുമ്പോൾ എപ്പോഴും 360 ആണ്, 360 ആണ്. 360/3 ട്രയാങ്കിളിൽ 3, അടുത്ത് 360/4, 360/5 ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. മുകളിൽ ഒരേ സംഖ്യ തന്നെ ആവർത്തിക്കുന്നു. നോക്കിക്കോണേ, xn ഈക്വൽ നമ്മൾ മുമ്പ് എഴുതി 360 ഒരേ നമ്പർ തന്നെ ആവർത്തിക്കുമ്പോൾ ആ നമ്പർ എഴുതിയാൽ മതി. xn കാണുമ്പോൾ ആ നമ്പർ എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ 3, 4, 5ൻ്റെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു n പ്ലസ് 2. 360 ഡിവൈഡഡ് ബൈ n പ്ലസ് 2. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് മൂന്നാമത്തേലേക്ക് പോകാമോ? മനസ്സിലായിട്ടില്ല എങ്കിൽ കമൻറ്റ് ചെയ്യുക, വീണ്ടും പറയാം. ഏതാണ് സംശയം എന്നുള്ളത് നോക്കിയിട്ട് പറയുക, കമൻറ്റ് ചെയ്യുക. അത് ക്ലിയർ ചെയ്ത് തരാം. പറഞ്ഞാൽ മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ചിത്രങ്ങൾ കാണുക, നോക്കുക. ദ ഫസ്റ്റ് പിക്ചർ ഈസ് ഗോട്ട് ബൈ റിമൂവിങ് ദ സ്മാൾ ട്രയാങ്കിൾ formed by joining the midpoints of an equilateral triangle. The second picture is got by removing such a middle triangle from each of the red triangles of the first picture. The third picture shows the same thing done the second. Question. ഒന്നാമത്തെ question, how many red triangles are there in each picture? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1 ഒന്നായിട്ട് എടുത്താൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മാൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. 3, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ഫോർ ദീസ് 3 സീക്വൻസ് ഒബ്റ്റൈൻഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. മലയാളത്തിൽ ഇങ്ങനെയാണ്: ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യത്തെ ചിത്രം. ഇതിലെ 3 ചുവന്ന ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം. ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ. 1, ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? 2, ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് 1 എന്നെടുത്താൽ ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. 3, ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? 4, ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ശ്രേണികളുടെയും ബീജഗണിത രൂപം എഴുതുക. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഒരു ട്രയാങ്കിളിന്റെ കുറവുണ്ട്. ആദ്യം ഒരു ട്രയാങ്കിൾ ഉണ്ട്, അത് ഇവിടെ വരച്ചിട്ടില്ല. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനുശേഷം പിന്നെ അതിൻ്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് മറ്റ് ട്രയാങ്കിൾസ് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. റെഡ് ട്രയാങ്കിൾസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കൂടിക്കൂടി വരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലുമുള്ള ചുവന്ന ട്രയാങ്കിൾസിന്റെ ത്രികോണങ്ങളുടെ എണ്ണം എത്ര? ഒന്നാമത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, 1 ഉണ്ട്, കോമ, ആൻസർ ആണ് 1, കോമ. ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ, ഈ ചിത്രം നോക്കുമ്പോൾ അവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 ത്രികോണങ്ങളുണ്ട്.
3. മക്കളെ അടുത്ത് നിങ്ങളൊന്ന് എണ്ണി എടുത്തേ എത്രയെന്ന്. ഇതിലെ രണ്ടാമത്തെ ചിത്രത്തില് 1 2 3 4 5 6 7 8 9 9 മതി. അടുത്ത് നിങ്ങൾ എണ്ണി എടുത്തേക്കുക എക്സെട്ര എക്സെട്ര. അപ്പോൾ 1 3 9 എക്സെട്ര. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. മുറിക്കാത്ത ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഏരിയ 1, കോമ. അടുത്ത് കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മാൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിലുള്ള ചെറിയ ത്രികോണങ്ങൾ എത്രയെന്ന് വിധം, എത്ര അതിൻ്റെ ഏരിയ എത്രയെന്ന്. അപ്പോൾ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, അതിന് നമ്മൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചപ്പോൾ റെഡ് മാത്രം ഏരിയയാണ്, ഏരിയ 1, മുഴുവൻ്റെ ഏരിയ 1, മുഴുവൻ്റെ ഏരിയ 1, ഏരിയ 1 4 ട്രയാങ്കിളായിട്ട് മുറിച്ചു. 4 ട്രയാങ്കിളായിട്ട് മുറിച്ചപ്പോൾ എത്ര ട്രയാങ്കിൾസ് കിട്ടി? റെഡ് മാത്രം 3. ശ്രദ്ധിച്ചോളണം, റെഡ് മാത്രം ചേരുമ്പോൾ അല്ല ഏരിയ ആവുന്നത്, റെഡ് മാത്രം 3, ഈ വൈറ്റും കൂടെ ചേരുമ്പോൾ 4 എണ്ണമായിട്ട്. അപ്പോൾ ഒരു ട്രയാങ്കിളിനെ തന്നെ 4 ആയിട്ട് മുറിച്ചു. ഈ ട്രയാങ്കിളാണ് ഇതിലേക്ക് പോകുന്നത്, അത് 4 ആയിട്ട് മാറി. അടുത്ത് വീണ്ടും അതിലെ ഓരോ ട്രയാങ്കിളിനെയും 4 ആയിട്ട് മുറിക്കുന്നു. അപ്പോൾ ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, അടുത്ത ആ 1നെ 4 ആയിട്ട് മുറിച്ചു, 1/4. ഓരോ ട്രയാങ്കിൾ ഏരിയയാണ്, ഓരോ ചെറിയ ട്രയാങ്കിൾ ഏരിയയാണ് ഈ പറയുന്നത്. അങ്ങോട്ട് പോകുന്നതും ട്രയാങ്കിൾസിൻ്റെ ഏരിയ ചെറുതായിക്കൊണ്ടിരിക്കും. ട്രയാങ്കിൾ നോക്കിയാൽ ചെറിയ ചെറിയ രൂപങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലുതുണ്ടായിരുന്നു, അതിനെ 4 ആയിട്ട് മുറിച്ചു, 4 ട്രയാങ്കിൾസ് കിട്ടി. അതിനെ മുറിച്ചപ്പോൾ 4 ട്രയാങ്കിൾസ് കിട്ടി. 4 ആയിട്ട് മുറിച്ചെന്നല്ല, ഒരു ട്രയാങ്കിളിനെ മുറിച്ചപ്പോൾ മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കട്ട് ചെയ്തപ്പോൾ 4 ട്രയാങ്കിൾസ് കിട്ടി. അടുത്ത് ആ 4 എണ്ണത്തിൽ ഓരോന്നും കട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ 4 വെച്ച് വരും. ഒരിക്കൽ കൂടെ ആ ഓരോന്നിനെയും വീണ്ടും 4 ആയിട്ട് കട്ട് ചെയ്യുന്നു. ഈ ഒരു രൂപത്തിന് തന്നെ 4 ആയിട്ട് കട്ട് ചെയ്യുന്നു. 4 ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്, അത് ഇങ്ങനെ, അതാണ് അപ്പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഓരോന്നിനെയും 4 ആയിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ 4 4 16 എണ്ണമായിട്ട് മാറും. അപ്പോൾ 1/16 ഇങ്ങനെ തുടർന്ന് പോകുന്നു. ആ 16 എണ്ണത്തിൽ ഓരോന്നിനെ വീണ്ടും 4 ആയിട്ട് മാറി 64 എക്സെട്ര അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, അതിനെ 4 ആയിട്ട് കട്ട് ചെയ്തു. ആ ഓരോ ചെറുതിനെയും വീണ്ടും 4 ആയിട്ട് കട്ട് ചെയ്യുന്നു. 4 4 4 വീതം കട്ട് ചെയ്ത് പോകുന്നു. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ആൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓരോ ത്രികോണങ്ങളുടെയും ചുവന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയ എഴുതാൻ. അപ്പോൾ ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു. അടുത്ത് അതിനെ കട്ട് ചെയ്തപ്പോൾ 4 ട്രയാങ്കിൾസ് കിട്ടി. നമ്മൾ ഒന്നാമത്തെ ചിത്രം നോക്കിയാൽ മതി. 4 ട്രയാങ്കിൾസ് കിട്ടി, അതിൽ 3 എണ്ണവും റെഡാണ്. അപ്പോൾ 4ൽ 3ഉം റെഡാണ്. അടുത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ 16 എണ്ണം ഉണ്ട്, അതിൽ എണ്ണി നോക്കിയാൽ 9 എണ്ണവും റെഡാണ്. 16ൽ 9 എണ്ണവും റെഡാണ്. അടുത്തിങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമ്മൾ പറയുമ്പോൾ 16 എന്നുള്ളത് 64 എന്ന് പറഞ്ഞു. 64 വരുമ്പോൾ മുകളിൽ 9 3 27 എണ്ണം വരും. 3 9 27 എക്സെട്ര അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. 1 4ൽ 3 16ൽ 9 എക്സെട്ര. ഇപ്പോൾ നമുക്കിതിൻ്റെ സീക്വൻസ് എഴുതാം. ഈ 3 ക്വസ്റ്റ്യൻ്റെയും സീക്വൻസ് എഴുതാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഒന്നാമത്തിൽ 1 3 9 എക്സെട്ര. ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എഴുതണം. 2 1, 1/4, 1/16. സീക്വൻസ് എല്ലാം ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതണം, xn എഴുതണം. അടുത്ത മൂന്നാമത്തത് 1 3/4, 9/16 എക്സെട്ര. ഇതിൻ്റെയും ആൾജിബ്രിക് എക്സ്പ്രഷൻ xn കണ്ടുപിടിക്കണം. ഇവിടെയൊന്നും നമ്മൾ നോക്കുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിലല്ല ഈ സീക്വൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 3 9 എക്സെട്ര. ഇവിടെ നോക്കുമ്പോൾ എല്ലാം ഈ 1 ഒഴികെ ബാക്കിയൊക്കെ തുടർന്ന് പോകുന്നത് 3യുടെ മൾട്ടിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. 3 9 എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 3/1 ആണ് 3. നമുക്ക് നോക്കാം, ഒരു പൊതു തത്വത്തിലേക്ക് നോക്കാം. 3/1 3 3 സ്ക്വയർ 9 3/0 1 അല്ലേ. 3/0 എനി നമ്പർ റൈസ് ടു 0 എന്ന് പറയുമ്പോൾ 1 ആണ്. 3/1 3 വരുന്നു. 3/2 9 വരുന്നു.
അവിടെ നമ്മൾ തുടർന്ന് പോയാൽ 3⁻3 27 വരുന്നു എക്സെട്ര. അപ്പോൾ ഇതിൽ x1 എന്ന് പറയുമ്പോൾ 1 ആണ്. x1 എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന 1. x2 എന്ന് പറയുമ്പോൾ 3. x3 എന്ന് പറയുമ്പോൾ 9. ഇങ്ങനെ കിട്ടുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ തുടർന്ന് വരുമ്പോൾ xn എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. x1 1 കിട്ടി. എങ്ങനെ കിട്ടിയത്? 3⁻0. 3⁻0യെ കുറച്ചുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ 1ൽ നിന്ന് ആ 1 കുറച്ചു. ഒരു സംഖ്യ ഉണ്ട്, അതിൽ നിന്ന് 1 കുറച്ചപ്പോഴാണ് ഏത് കിട്ടിയത്? 0 കിട്ടിയത്. x2 വരുമ്പോൾ ആ 2ൽ നിന്ന് 2 സെക്കൻഡ് ടൈം 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 കിട്ടുന്നു. 2 - 1 എത്ര കിട്ടുന്നു? 1 കിട്ടുന്നു. 3⁻1 3. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ മക്കളെ, 3 സ്ക്വയർ അങ്ങനെ വരുന്നേ? x3 ആണ് കാണേണ്ടത്. x3 വരുമ്പോൾ 3ൽ നിന്ന് x3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര വരുന്നു? x3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2 വരുന്നു. ഒരിക്കൽ കൂടെ മുകളിൽ നോക്കാം. x1 കിട്ടാൻ 1ൽ നിന്ന് 1 കുറച്ചു. x2 കിട്ടാൻ വേണ്ടി 2ൽ നിന്ന് 1 കുറച്ചു. x3 കിട്ടാൻ വേണ്ടി 3ൽ നിന്ന് 1 കുറച്ചു. x4 കിട്ടാൻ വേണ്ടി 4ൽ നിന്ന് 1 കുറച്ചു. ഇങ്ങനെ തുടർന്ന് പോകുന്നു. അങ്ങനെയാണെങ്കിൽ xn കിട്ടാൻ എന്ത് ചെയ്യണം? n-ൽ നിന്ന് 1 കുറയ്ക്കണം. എന്ത് ചെയ്യണം? n-ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? 3 ആണ് ബേസ്, അതിൽ റൈസ് ടു n - 1. ഇതാണ് ആൻസർ. 3 സ്ക്വയർ 3⁻1 3⁻0 ഇങ്ങനെ തുടർന്ന് വരുന്നു. ഇവിടെയും 3 എഴുതി. പവർ എഴുതുമ്പോൾ n-ൽ നിന്ന് 1 മൈനസ് ചെയ്തു. 3⁻n - 1. മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ വീഡിയോ ഒന്ന് കാണുക. ഇതിൽ രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് 1/4 1/16 എക്സെട്ര. നമുക്ക് x1 കണ്ടുപിടിക്കണം, x2 x3 അടുത്ത് xn-ലേക്ക് പോകണം. x1 എന്ന് പറയുമ്പോൾ 1 നമുക്കറിയാം. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയതുപോലെ ആണെങ്കിൽ 1/4 ബേസ് ചെയ്ത് എഴുതാം. 1/4 the whole raised to 0, അതായത് 1 - 1 0. 1/4 the whole raised to 0 എത്ര കിട്ടി? 1 കിട്ടി. രണ്ടാമത് വരുമ്പോൾ 1/4 the whole raised to 2 - 1 equal 1/4 തന്നെ. 1/4 the whole raised to 2 - 1 എന്ന് പറഞ്ഞാൽ 1. 2 - 1 1. അപ്പോൾ 1/4 തന്നെ. ആൻസർ 1/4 തന്നെ. മൂന്നാമത്തെ ടേം വരുമ്പോൾ 1/4 the whole raised to 3 - 1 equal 1/4 the whole square equal 1ന്റെ സ്ക്വയർ 1 തന്നെ, 4ന്റെ സ്ക്വയർ 16. അപ്പോൾ ശരിയാണല്ലോ. മൂന്നാമത്തെ ടേം നമ്മൾ ഇതിൽ മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 1/16 തന്നെ. ഇതുപോലെ തുടർന്ന് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, 1/4 the whole raised to n - 1. യെസ്, ആൻസറായി. ഇതുപോലെ തന്നെ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനും ബേസ് ചെയ്ത് പോകുന്നത് എന്താണ്? 3/4 ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ 3/4 നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. 3/4 xn ഈക്വൽ 3/4 ബേസ് ആയിട്ട് എടുത്തു. the whole raised to n - 1. അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത ടോപ്പിക്കുകളിലേക്ക് പഠിക്കേണ്ടത്. വളരെ സീരിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. ഇതൊക്കെ ഒരു ബേസ് ആണ്, ഒരു അടിസ്ഥാനമാണ്. അടുത്ത വീഡിയോ മുതൽ നന്നായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നന്നായിട്ട് കണ്ട് ഒന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ ഒരു പരിശ്രമം നടത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.